ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് എന്തെന്നില്ലാത്ത അഡിക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളെ ആ അഡിക്ഷനിലേക്ക് നയിക്കുന്ന ട്രിഗർ എന്താണ് എന്നുള്ളതാണ്. അതായത് ഈ ട്രിഗർ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി സമാധാനം കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആരോടെങ്കിലും അഡിക്ഷൻ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നേരിട്ട് കാണുമ്പോഴാണോ അതോ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണോ നമ്മൾ ഈ ട്രിഗർ ഉണ്ടാകുന്നത്? ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു വ്യക്തിയോട് ദേഷ്യമുണ്ട്. ചിലർക്കാണെങ്കിൽ ആ വ്യക്തിയെ നേരിട്ട് കാണുമ്പോഴാണ് എന്തെന്നില്ലാത്ത ആ ഒരു ദേഷ്യം ഉണ്ടാകുന്നത്. എന്നാൽ മറ്റു ചിലരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവർ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താണ് എന്നാലും അവൻ എന്നോട് അത് ചെയ്തല്ലോ, എന്നാലും അവൾ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ ട്രിഗർ ഉണ്ടാകാൻ തുടങ്ങും. ഫ്രണ്ട്സ്, ഒരു വ്യക്തിയെ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സംഭവത്തിൽ നിന്നോ ഒരിക്കലും ട്രിഗർ ഉണ്ടാകുന്നില്ല. അത് നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിപ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താകാം, അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താകാം, അതുമല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും നമുക്ക് ഒരു റിജക്ഷൻ ഫീൽ ചെയ്യുന്ന സമയത്താകാം ആ ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് നമ്മൾ അറിയാതെ ആഗ്രഹിച്ചു പോകും. ഇത് ഓരോരുത്തരിലും ഓരോ രീതിയിലാണ് കാണപ്പെടുന്നത്. എന്നിരുന്നാലും ഇതിനൊരു സിമ്പിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ നമ്മൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ ചേഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരേ സമയത്ത് നമുക്ക് രണ്ട് ഫീലിങ്സ് പ്രകടിപ്പിക്കുവാൻ കഴിയില്ല. ചിരിച്ചുകൊണ്ട് നമുക്ക് കരയുവാൻ കഴിയുമോ? ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ. ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ ആ ട്രിഗർ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അഡിക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ ഒന്ന് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള ടാസ്കുകൾ ചെയ്തുകൊണ്ടാകാം, അതുമല്ല എങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഔട്ടിങ്ങിന് പോയിട്ടോ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്തുകൊണ്ടോ ആകാം. എങ്ങനെയാണെങ്കിലും നമുക്കിതിനെ കൺവേർട്ട് ചെയ്യുവാൻ കഴിയും. എന്നാൽ 1-2 ദിവസം കൊണ്ട് നമുക്ക് ഈ ട്രിഗേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. എന്നാൽ നിരന്തരം ഇത് നമ്മളൊന്ന് ശീലമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ട്രിഗേഴ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് പേഴ്സണൽ അഡിക്ഷൻ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ട്രിഗേഴ്സിനെ ബ്രേക്ക് ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാൻ കഴിയും.